സുവിശേഷം ദിവ്യ സന്ദേശം അത് രക്ഷയുടെ ദൈവ സന്ദേശം ശ്രവിച്ചിടാം, ഗ്രഹിച്ചിടാം, ധ്യാനിക്കാം, ജീവിതത്തിൽ പാലിക്കാം. സുവിശേഷം ദിവ്യ സന്ദേശം അത് രക്ഷയുടെ ദൈവ സന്ദേശം ശ്രവിച്ചിടാം, ഗ്രഹിച്ചിടാം, ധ്യാനിക്കാം, ജീവിതത്തിൽ പാലിക്കാം. യുഗങ്ങൾക്ക് മുൻപു തന്നെ ദൈവമായി തന്ന തിരുവചനം അനുതപിക്കുന്ന പാപികൾക്ക് സ്വർഗമായി തീർന്ന ഗുരുമൊഴികൾ യുഗങ്ങൾക്ക് മുൻപു തന്നെ ദൈവമായി തന്ന തിരുവചനം അനുതപിക്കുന്ന പാപികൾക്ക് സ്വർഗമായി തീർന്ന ഗുരുമൊഴികൾ. സത്യവചനം, നിത്യവചനം, ജീവദായക വചനം, സത്യവചനം, നിത്യവചനം, ജീവദായക വചനം. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടെ ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ്. പത്രോസിന് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 8-ാം വാക്യത്തിൽ നിർമ്മതരായിരിപ്പീൻ എന്നുള്ള ഒരു ആഴമേറിയ പ്രസ്താവന പത്രോസ് അപ്പോസ്തലൻ ഓർമ്മപ്പെടുത്തുന്നു. കർത്താവായ യേശുക്രിസ്തുവിനാൽ വിളിച്ചു വേർതിരിക്കപ്പെട്ടിട്ടുള്ള ഓരോ വ്യക്തികളും അവരുടെ ജീവിതത്തിൽ നിർമ്മതരായിരിക്കാൻ സാധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്ന വാക്കുകളാണ്. 1-ാം അധ്യായം 13-ാം വാക്യത്തിലും പത്രോസ് പറയുന്നത്, ആകയാൽ നിങ്ങളുടെ മനസ്സ് ഉറച്ച് നിർമ്മതരായി യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവേൻ എന്ന് ഓർമ്മപ്പെടുത്തുന്ന പ്രസ്താവന നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. 4-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ പത്രോസ് ഇങ്ങനെ പറയുന്നു, എന്നാൽ എല്ലാത്തിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു, ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരുമായിരിപ്പീൻ എന്ന് ഈ വാക്യത്തിനകത്തും ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഈ വാക്കിനോട് ചേർന്ന് തന്നെയാണ് പൗലോസ് അപ്പോസ്തലൻ തീമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, എന്നാൽ അധ്യക്ഷൻ നിരവാദിതനായി ഏകഭാര്യയുടെ ഭർത്താവും നിർമ്മതനും ജിതേന്ദ്രിയനും സുശീലനും അതിഥിപ്രിയനും ഉപദേശിപ്പാൻ സമർത്ഥനും ആയിരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്ന വാക്കുകൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. 1 കൊരിന്ത്യർ അതിൻ്റെ 15-ാം അധ്യായത്തിൻ്റെ 34-ാം അധ്യായത്തിലേക്ക് നാം കടന്നു പോകുമ്പോൾ അവിടെ പറയുന്നത്, നീതിക്ക് നിർമ്മതരായി ഉണരുവീൻ എന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈ ദൈവവചന ഭാഗങ്ങളൊക്കെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് കർത്താവായ യേശുക്രിസ്തുവിനാൽ വിളിച്ചു വേർതിരിക്കപ്പെട്ട ഓരോ ദൈവത്തിൻ്റെ മക്കളും അവരുടെ ജീവിതത്തിനകത്ത് അവർ വളരെ ശ്രദ്ധയോട് സൂക്ഷിക്കേണ്ടതും അവർ മറ്റുള്ളവരെ ഉപദേശിക്കേണ്ടതും എന്താണ് എന്ന് ചോദിച്ചാൽ, ജീവിതയാത്രയിൽ സത്യത്തിനും നീതിക്കും പരമാർത്ഥതയ്ക്കും വളരെ വില കൊടുത്തുകൊണ്ടും
ആ തലങ്ങളിൽ നിങ്ങൾ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് കഴിക്കേണ്ടതുമായിട്ടുണ്ട്. ആ നിലകളിൽ നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ മാത്രമേ അത്യുന്നതനായ ദൈവത്തിൻ്റെ അംഗീകാരം നിങ്ങൾക്ക് നേടുവാൻ സാധിക്കുകയുള്ളൂ എന്ന പദമാണ്. സ്വന്തം മനസാക്ഷിയെ വഞ്ചിക്കുന്ന നിലകളിലും നിർമ്മതല വിട്ട് ജീവിതയാത്ര മുന്നോട്ട് കഴിക്കുന്നവരായിട്ടല്ല. ജീവിതത്തിൻ്റെ ഏത് മേഖലകളിലൂടെ യാത്ര ചെയ്യേണ്ടി വന്നാലും ജീവിതം സത്യസന്ധമായി മുന്നോട്ട് നിലനിർത്തിക്കൊണ്ടും. ആകയാൽ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിനാൽ നാം വിളിച്ച് വേർതിരിക്കപ്പെട്ടിരിക്കുന്നു എങ്കിൽ നമുക്ക് യഥാർത്ഥമായി മുന്നോട്ട് പോകുവാൻ കഴിയാത്ത വേദികളൊക്കെ ജീവിതത്തിൽ കടന്നു വന്നെന്ന് വരാം. എന്നാൽ അവിടെയൊന്നും നമ്മൾ നിർമ്മത നഷ്ടപ്പെടുത്തി, നമ്മുടെ സത്യസന്ധത നഷ്ടപ്പെടുത്തി, നമ്മുടെ നീതിപൂർണമായ ജീവിതം നഷ്ടപ്പെടുത്തി നാം മറ്റുള്ളവരുടെ കയ്യടി നേടുന്നതിന് വേണ്ടി പ്രവർത്തിക്കുകയല്ല. ജീവിതത്തിൻ്റെ ഓരോ ദിവസങ്ങളും നാം നിർമ്മതരായി തന്നെ മുന്നോട്ട് ജീവിതം കഴിക്കേണ്ടതിനും നമ്മളെ സമർപ്പിക്കേണ്ടതിനായി തീരണം. അതിന് കൃപാലുവായ ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ. കരുണയുള്ള ഞങ്ങളുടെ സ്വർഗസ്ഥ കർത്താവേ, ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ മൂല്യം നഷ്ടപ്പെടുത്തി ജീവിക്കാതെ ഞങ്ങൾ നിർമ്മതരായി ജീവിപ്പാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കുമാറാകണമേ. കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അത്ഭുതം ചെയ്യണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.